നന്മകളെ സ്വരൂപിക്കാനും സമ്പാദിക്കാനും അതുവഴി അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിക്കാനുമുള്ള വലിയ പ്രചോദനം, പ്രോത്സാഹനം നൽകുന്നു എന്നത്. അള്ളാഹുവിലേക്ക് അടിമകളായ നമ്മെ അടുപ്പിക്കുന്ന സുപ്രധാനമായ ഒരു ശൈലിയാണ്, രീതിയാണ് വിശുദ്ധ ഖുർആനിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിലൂടെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. തെറ്റായ കാര്യങ്ങളിലേക്ക് അടുക്കാതിരിക്കാനുള്ള ഭയവും നന്മകളിലേക്ക് കൂടുതലായി അടുക്കുന്നവർക്ക് പ്രതീക്ഷയും നൽകുന്നു എന്നത് നമ്മുടെ കാര്യത്തിൽ ഇസ്ലാം നീതി ഉറപ്പിച്ചുകൊണ്ടാണ് ഇടപെടുന്നത്. അനീതി ഒരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല എന്നുകൂടി അറിയിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആനിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും അധ്യാപനങ്ങളിലുള്ള ആ ഒരു ശൈലി, അത്തർഗീബ് വത്തർഹീബ്, നന്മകൾ സ്വീകരിക്കാനുള്ള, നന്മകളുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടേണ്ടതായ ഒരു പ്രതീക്ഷയും, തിന്മകളെ തൊട്ട് പേടിയോടുകൂടി മാറി നിൽക്കണം, അകന്നു നിൽക്കണം എന്ന നിലക്കുള്ള തർഹീബുമാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ ശൈലിയായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ ഗുണമായി പഠിപ്പിക്കുന്നു, വയർജൂന റഹ്മതഹ വയഖാഫൂന അദാബ്. അല്ലാഹുവിൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുന്നവരാണ് വിശ്വാസികൾ. ഏതൊരു നന്മയെയും ജീവിതത്തോട് ചേർത്ത് വെക്കുമ്പോൾ അതിലൂടെ നാം ആഗ്രഹിക്കുന്നത്, ആശിക്കുന്നത് അല്ലാഹുവിൻ്റെ കാരുണ്യമാണ്. വയഖാഫൂന അദാബഹു, സാഹചര്യങ്ങൾ എത്ര അനുകൂലമായാലും, തിന്മകൾ ചെറുതാകട്ടെ വലുതാകട്ടെ, ജീവിതത്തിൽ നിന്ന് ആ തിന്മകളെ മാറ്റിവെക്കുന്നത് അള്ളാഹുവിൻ്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ടാണ്. വേറെ ആരെയും ഭയന്നുകൊണ്ടല്ല, അള്ളാഹുവിൻ്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ടാണ്. ഈ ശൈലി നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ വിശ്വാസികളായ ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്ത് വിശദീകരിക്കവേ പറഞ്ഞ കാര്യം, ലാ തതിമ്മുൽ ഇബാദത്തു ഇല്ലാ ബിൽ ഖൗഫി വറജാ. ഒരാളുടെ ആരാധന പൂർണ്ണമാകണമെങ്കിൽ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കലും അവൻ്റെ ശിക്ഷയെ ഭയക്കലും ഉണ്ടാകണം എന്നതാണ്. ഫബിൽ ഖൗഫി, അള്ളാഹുവിൻ്റെ ശിക്ഷയെ പേടിക്കുക വഴി സംഭവിക്കുന്ന കാര്യം എന്താണ്? യൻകഫു അനിൽ മനാഹി, അല്ല വിരോധിച്ച കാര്യങ്ങളെ തടഞ്ഞു വെക്കും എന്നതാണ്. അള്ളാഹുവിൻ്റെ വിലക്കുകൾ ലംഘിച്ച് ആ വിലക്കുകളെ ഭേദിച്ച് ഏത് രൂപത്തിലും ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല. വബിർറജാ, അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ പ്രതീക്ഷിക്കുന്നതിലൂടെ എന്താണ് ലഭിക്കുന്നത്? യംബഗിസു അല ത്വാആത്ത്, അള്ളാഹുവിനെ അനുസരിക്കാൻ, അനുകൂല പ്രതികൂല സാഹചര്യങ്ങളിൽ അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ അടിമയായി മാറാൻ നമുക്ക് വല്ലാത്ത ഉണർവും ഉന്മേഷവും ഉണ്ടാകും എന്നാണ്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് ഊർജം നൽകുന്ന, ഉന്മേഷം നൽകുന്ന
കാര്യങ്ങളായി എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ എന്തിനു വേണ്ടിയാണ് നിയോഗിച്ചത്, അവിടെയും ഈ കാര്യം വ്യക്തമായി തന്നെ കാണാം. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, റുസുലം മുബശ്ശിരീന വമുൻദിരീന, സന്തോഷവാർത്ത അറിയിക്കുന്ന, താക്കീത് കൊടുക്കുന്ന പ്രവാചകന്മാർ എന്നാണ്. സന്തോഷവാർത്ത അറിയിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അനുസരിച്ച് അവന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവർക്ക് വിചാരണ എളുപ്പമാകുന്നു, സ്വർഗീയ സുഖാനുഭൂതികൾ ആസ്വദിക്കാൻ കഴിയുന്നു, സിറാത്ത് പാലത്തിലൂടെ സുഖമായി നടന്നു നീങ്ങാൻ സാധിക്കുന്നു, ബർസഖി ലോകത്ത് സമാധാനത്തോടുകൂടി കഴിയാൻ അള്ളാഹു അവർക്ക് കാരുണ്യം നൽകുന്നു. ഇതിനെക്കുറിച്ചുള്ള സന്തോഷവാർത്ത അറിയിക്കുന്ന പ്രവാചകന്മാർ, ഇതാണ് പ്രതീക്ഷ നൽകുന്നു എന്ന് പറഞ്ഞാൽ. അതോടൊപ്പം തന്നെ താക്കീത് മുന്നറിയിപ്പ് നൽകുന്നവരാണ്. ബർസഖി ലോകത്ത് ശിക്ഷ വരാനുണ്ട്, വിചാരണയിൽ പ്രയാസം നേരിടാനുണ്ട്, കത്തിജ്വലിക്കുന്ന അതികഠിന വേദനയുള്ള നരകശിക്ഷ കാത്തിരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള പ്രവാചകന്മാർ, അതാണ് പേടിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ ഒരു ഭയം പ്രവാചകന്മാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഇവിടെയും ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറഞ്ഞ കാര്യം ശ്രദ്ധേയമാണ്. അദ്ദേഹം പറഞ്ഞു, യുബശ്ശിറൂന മൻ അത്വഅ അല്ലാഹ് വത്തബഅ റിദ്വാനഹു ബിൽ ഖൈറാത്ത്, അല്ലാഹുവിനെ അനുസരിക്കാൻ സന്നദ്ധരാകുന്ന, തയ്യാറായിട്ടുള്ള ആളുകൾ, അല്ലാഹുവിൻ്റെ തൃപ്തിയെ നന്മകൾ കൊണ്ട് ആഗ്രഹിക്കുന്നവർ, അവർക്ക് സന്തോഷ വാർത്ത കൊടുക്കുന്ന പ്രവാചകന്മാർ. വയുൻദിറൂന മൻ ഖാലഫ അംറഹു വകദ്ദബ റുസുലഹു ബിൽ ഇഖാബി വൽ അദാബ്, അല്ലാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായി, വിപരീതമായി, എതിരായി പ്രവർത്തിക്കുന്ന, ചിന്തിക്കുന്ന, വിശ്വസിക്കുന്ന ആളുകൾ, അതുപോലെ തന്നെ പ്രവാചകന്മാരെ ശക്തമായി കളവാക്കി നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് ശിക്ഷയെക്കൊണ്ടുള്ള മുന്നറിയിപ്പാണ് പ്രവാചകന്മാരിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. ലോകത്ത് നിയോഗിക്കപ്പെട്ട എല്ലാ പ്രവാചകന്മാരും അവരുടെ സമൂഹങ്ങൾക്ക് നൽകിയിട്ടുള്ള, ആ സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ശൈലിയാണ് പ്രിയപ്പെട്ടവരെ പ്രതീക്ഷയുടെയും പേടിപ്പെടുത്തലിൻ്റെയും ശൈലി എന്നത്. പ്രത്യേക രൂപത്തിൽ പേടിപ്പിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത വിധം മാനസികമായും ശാരീരികമായും തളർത്തിക്കളഞ്ഞ ഒരു മതമല്ല ഇസ്ലാം. മറിച്ചെന്താണ്, പേടിയുടെ പിന്നാലെ അല്ലെങ്കിൽ പേടിയുടെ മുമ്പിലായി വലിയ പ്രതീക്ഷ നൽകി എന്തിനും ഏതിനും സജ്ജമാക്കിയ, ഒരുക്കി നിർത്തിയ ഒരു മതമാണ് വിശുദ്ധ ഇസ്ലാം എന്ന് നാം എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെ ആരംഭം, ആദ്യ സൂറത്തുൽ ഫാത്തിഹ, അതിൻ്റെ തുടക്കത്തിൽ നോക്കൂ നിങ്ങൾ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകത്തിൻ്റെ റബ്ബിനാകുന്നു, രക്ഷിതാവിനാകുന്നു സർവസ്തുതിയും എന്നാണ്. ലോകത്തിൻ്റെ റബ്ബ് എന്ന് കേൾക്കുമ്പോൾ ഏതൊരാളുടെ മനസ്സിലേക്കും വരുന്ന പേടിയുണ്ട്, ഭയമുണ്ട്. എന്താണത്? ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നിയന്ത്രിക്കുകയും ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികൾക്കും ആവശ്യമായത് സമയാസമയങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുന്ന, കൈകാര്യം ചെയ്യുന്ന ലോകത്തിൻ്റെ റബ്ബാണ്. അത് കേൾക്കുമ്പോൾ ഒരു പേടി മനസ്സിലേക്ക് വരികയാണ്. അതിനെ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അർ-റഹ്മാനിർ റഹീം, പരമകാരുണികനാണ്, കരുണാനിധിയാണ്. ഒന്നാമത്തെ ആയത്തിൽ നൽകിയ പേടിയെ വെല്ലുന്ന, അതിനെ മറികടക്കുന്ന ഒരു പ്രതീക്ഷയാണ് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകിയിട്ടുള്ളത്. പരമകാരുണികനാണ്, എല്ലാവർക്കും വെള്ളം കൊടുക്കുന്ന, വായു കൊടുക്കുന്ന, ഭക്ഷണം കൊടുക്കുന്ന, ജീവിതമാർഗം ക്രമീകരിച്ച, നിശ്ചയിച്ച റഹ്മാനാണ് അള്ളാഹ്. പരലോകത്ത് അവനെ അനുസരിച്ച്, അവന് കീഴ്പ്പെട്ട്, അവൻ്റെ ഇഷ്ടത്തിനു വേണ്ടി പണിയെടുത്തവർക്ക്
അർഹിച്ച കൂലി കൊടുക്കുന്ന റഹീമാണ് അല്ലാഹ്. വലിയ പ്രതീക്ഷയാണ് അവിടെയും വിശുദ്ധ ഇസ്ലാം നമുക്ക് നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നന്മയുടെ കാര്യത്തിലും തിന്മയുടെ വിഷയത്തിലും ദുന്യാവിനെ സ്വീകരിക്കുന്നതിലും പരലോകത്തെ ആഗ്രഹിക്കുന്നതിലും ഓരോരുത്തരുടെ അവസ്ഥകളെപ്പറ്റി പഠിപ്പിച്ച ഭാഗത്തും പ്രതീക്ഷയെയും പേടിയെയും ആ ഒരു ശൈലി ഖുർആൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഫൈനൽ ജഹീമ ഹിയൽ മഹ്വ, നരകം ഒരു കൂട്ടരുടെ സങ്കേതമാണ്. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ദുന്യാവിൽ കൊതിമൂത്ത്, ദുന്യാവിനോടുള്ള ആഗ്രഹം വളർന്നു വലുതായി അള്ളാഹുവിൻ്റെ അടിമ എന്നതിൽ നിന്ന് അള്ളാഹുവിൻ്റെ അടിമയായിട്ടുള്ള ദുന്യാവിൻ്റെ താൽക്കാലിക അടിമകളായി നാം മാറ്റപ്പെടുക. അങ്ങനെ മാറ്റപ്പെട്ട് ദുന്യാവിന് വേണ്ടി മാത്രം ജീവിച്ച ആളുകൾ, ദുന്യാവിന് മാത്രം ഇഷ്ടപ്പെട്ട ആളുകൾ, ദുന്യാവിലെ കുറഞ്ഞ ആയുസ്സിനുള്ള ജീവിതമാണ് എല്ലാം എന്ന് വിചാരിച്ച് കഴിഞ്ഞുകൂടിയ ആളുകൾ, അവർക്കുള്ള സങ്കേതമാണ്, വീടാണ് നരകം എന്നുള്ളത്. അതാണ് പേടിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ. എന്നാലോ വമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ, അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. എൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് എനിക്ക് തോന്നിയതുപോലെ ജീവിച്ച് തീർക്കാനുള്ളതല്ല ഈ ജീവിതം. അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടവനാണ് ഞാൻ എന്ന് മനസ്സിലാക്കി പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ ജന്നത ഹിയൽ മഅ്വ, അയാൾക്കുള്ള സങ്കേതം സ്വർഗമാണ്. പ്രതീക്ഷ നൽകുകയാണ്. ഒരു ഭാഗത്ത് പേടിപ്പിക്കുകയും അതിനെ തുടർന്ന് പ്രതീക്ഷ നൽകുന്ന രീതി വിശുദ്ധ ഖുർആനിൽ ധാരാളമായി കാണാം. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, അണുമണിത്തൂക്കം, ഒരു മൺതരി വലിപ്പത്തിൽ നന്മ ചെയ്താൽ അത് പരലോകത്ത് കാണിക്കപ്പെടും എന്നാണ്. അതോടൊപ്പം തന്നെ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ, ഒരൽപ്പം തിന്മ ചെയ്താൽ, കടുകുമണി വലിപ്പത്തിൽ, അണുമണി വലിപ്പത്തിൽ തിന്മ ചെയ്താൽ അതും പരലോകത്ത് കാണിക്കപ്പെടും എന്നാണ്. ഒരേ ഭാഗത്ത് പ്രതീക്ഷയും പേടിയും നിലനിർത്തിക്കൊണ്ടാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക്, സ്വർഗത്തിലേക്ക്, പരലോക വിജയത്തിലേക്ക് വിശുദ്ധ ഖുർആൻ നമ്മെ ക്ഷണിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് പകർന്നു കൊടുത്ത അധ്യാപനങ്ങൾ എടുക്കുക. ആ അധ്യാപനങ്ങളിലും ഈ കാര്യം തെളിഞ്ഞു കാണാം. ഇന്ന് ഏറ്റവും കൂടുതലായി ആളുകൾ കളവിൻ്റെ പിന്നാലെയാണ്. സത്യം പറയുക, സത്യത്തിൻ്റെ കൂടെ നിൽക്കുക കുറഞ്ഞ ശതമാനം ആളുകൾ മാത്രമേ ഇഷ്ടപ്പെടുന്നുള്ളൂ. ഈ രണ്ട് കാര്യവും പഠിപ്പിക്കുന്നിടത്ത് പേടിയുടെയും പ്രതീക്ഷയുടെയും ശൈലി കാണാൻ സാധിക്കും. എന്തിനാണത്? എന്ത് കാര്യവും കളവിലൂടെ സാധിച്ചെടുക്കുക, നേടിയെടുക്കുക എന്നത് വിജയമായി കാണുന്ന ആളുകളെ തിരുത്തുകയാണ്. സത്യത്തിന് കൂടെ നിന്നാൽ, സത്യത്തിൻ്റെ കൂടെ സഞ്ചരിച്ചാൽ, സത്യം പറഞ്ഞാൽ അതൊരു കുറവ്. സത്യം പറയുക എന്നത് പുണ്യത്തിലേക്ക് നയിക്കുന്ന ഒരു കാര്യമാണ്. പുണ്യമാകട്ടെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന വിഷയമാണ്. എന്നാലോ ഒരാൾ കളവ് പറഞ്ഞാൽ വൈനൽ കദിബ, കളവ് പറയുക എന്നത് യഹ്ദി ഇലൽ ഫുജൂർ, തമ്മാടിത്തത്തിലേക്ക് നയിക്കുന്ന കാര്യമാണ്. ഒരാളെ മോശക്കാരനാക്കുന്ന വിഷയമാണ്. ആ മോശത്തരം നരകത്തിലേക്ക് നയിക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. സത്യത്തിൻ്റെ പക്ഷമായിക്കൊണ്ട് സ്വർഗത്തെയും നരകത്തിൻ്റെ പക്ഷമായിക്കൊണ്ട് കളവിനെയുമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. ഇത് കേൾക്കുന്ന, ഇത് മനസ്സിലേക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ആർക്കാണ് കൂട്ടരെ കളവിൻ്റെ കൂടെ സഞ്ചരിക്കാൻ കഴിയുക? സത്യത്തിൻ്റെ കൂടെ നിൽക്കാതെ രാവും പകലും തള്ളി നീക്കാൻ ആർക്ക് സാധിക്കും? ആ ഒരു ശൈലിയാണ് വിശുദ്ധ ഇസ്ലാം നടത്തിയിട്ടുള്ളത്. നന്മയും തിന്മയും വേർതിരിക്കുന്നത് എവിടെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ് എന്ന സൽസ്വഭാവമാണ് പുണ്യം എന്നത്.
നല്ല സ്വഭാവം, നല്ല പെരുമാറ്റം, നല്ല ഇടപാട്, നല്ല സഹവാസം, നല്ല സൗഹൃദം, നല്ല കുടുംബം, സാമൂഹികമായ ഇടപെടൽ, ഇതൊക്കെ നന്മയുടെ ഭാഗമായി വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാലോ വൽ ഇസ്മു മാ ഹാക ഫീ സുദ്രിക്, നിന്റെ മനസ്സിനെ ചൊറിയുന്ന, നിന്റെ മനസ്സിന് പ്രയാസമുണ്ടാക്കുന്ന, നിന്റെ മനസ്സിനെ കുത്തിക്കൊണ്ടിരിക്കുന്ന, വേണ്ടായിരുന്നു, പറയണ്ടായിരുന്നു, ചെയ്യണ്ടായിരുന്നു, നോക്കണ്ടായിരുന്നു, വിചാരിക്കണ്ടായിരുന്നു, ഈ രൂപത്തിൽ നമ്മുടെ മനസ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, അതാണ് സഹോദരങ്ങളെ തിന്മ എന്നുള്ളത്. വകരിഹ്ത അയ്യത്വല അലൈന്നാസ്, ജനങ്ങൾ കാണുമോ എന്ന പേടി. ആരെങ്കിലും കാണുമോ, ആരെങ്കിലും കേൾക്കുമോ, ആരെങ്കിലും കണ്ടോ, ആരെങ്കിലും കേട്ടോ, ആ രൂപത്തിൽ നാം വിചാരിക്കുന്ന കാര്യങ്ങൾ ഏതൊക്കെയുണ്ടോ അതാണ് തിന്മ എന്നുള്ളത്. ഈ ശൈലി നോക്കൂ നിങ്ങൾ. ഈ ശൈലി ജീവിതത്തിൽ സ്വീകരിച്ചാൽ പ്രിയപ്പെട്ടവരെ, ഇതാണ് നന്മ, ഇതാണ് തിന്മ, ഇതാണ് ശരി, ഇതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് യാതൊരു പ്രയാസവും ഇല്ല. ആളുകൾ ലഹരിയുടെ പിന്നാലെയാണ്, കള്ളു കുടിച്ച് ജീവിതം നശിപ്പിക്കുകയാണ്. ആ രണ്ട് കാര്യവും നോക്കൂ നിങ്ങൾ. കള്ളു കുടിക്കുന്ന ഒരാൾ, അയാൾ ഉണർത്തപ്പെട്ടിട്ടുണ്ട്, അയാൾ ബോധവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട്. കള്ളെന്നത് അയാളുടെ ആരോഗ്യത്തെ ഇല്ലാതെയാക്കുന്നു, ആരോഗ്യത്തെ നശിപ്പിക്കുന്നു. പുകവലിയിലൂടെ, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെ ക്യാൻസർ പോലെയുള്ള വലിയ രോഗങ്ങളിലേക്ക് അയാൾ നയിക്കപ്പെടുകയാണ്, തള്ളപ്പെടുകയാണ് എന്ന് പരസ്യമായി അറിയിക്കപ്പെട്ട, വിളംബരം ചെയ്യപ്പെട്ട വിഷയമാണ്. ആ വിഷയത്തിൽ വലിയ പേടി ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ ഇസ്ലാം ആദ്യമേ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കുന്ന കമ്പനികൾ അതേ രൂപത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആ പേടി ആർക്കും യേശുന്നില്ല, ആ പേടി ആരും ഉൾക്കൊള്ളുന്നില്ല. വലിയ പ്രതീക്ഷയോടെയാണ് കള്ളുകുടിയും അതുപോലെ ബീഡിവലിയും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കലും. പല പൊടികളും പല വസ്തുക്കളും സുഖത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. ഇത്രത്തോളം പേടി ഉണർത്തപ്പെട്ട ഒരു വിഷയത്തെ വലിയ പ്രതീക്ഷയോടെ കാണുന്നു. വിശുദ്ധ ഖുർആൻ ഒറ്റ ചോദ്യമാണ് ചോദിച്ചത്, നിങ്ങൾക്ക് വിരമിക്കാനായില്ലേ? ഫഹൽ അൻതും മുൻതഹൂൻ, നിർത്താനായില്ലേ, വിരമിക്കാനായില്ലേ? അത് വല്ലാത്ത ഒരു ചോദ്യമായിരുന്നു, സ്വഹാബത്തിനെ ചിന്തിപ്പിച്ച ചോദ്യമായിരുന്നു, വലിയ മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെട്ട ചോദ്യമായിരുന്നു. പലിശയുടെയും വ്യഭിചാരത്തിൻ്റെയും പിന്നാലെ പോകുന്നവർ വലിയ പ്രതീക്ഷയിലാണ്. പലിശ കിട്ടിയാൽ, പലിശ ഒന്ന് പാസ്സായാൽ, ലോണൊന്ന് പാസ്സായാൽ, ഞാൻ കൊണ്ടുപോയി വെച്ച ഈ സ്വർണ്ണാഭരണം, അല്ലെങ്കിൽ എൻ്റെ വാഹനത്തിൻ്റെ ലൈസൻസ്, എൻ്റെ വീടിൻ്റെ ആധാരം, ഇത് മുഖേന ഞാൻ പ്രതീക്ഷിക്കുന്ന പലിശ ഒന്ന് പാസ്സായി കിട്ടിയാൽ വലിയ സ്വപ്നങ്ങളാണ്, വലിയ പ്രതീക്ഷയോടെയാണ് ബാങ്കിൻ്റെ പടികൾ ചവിട്ടി കയറുന്നത്, ബാങ്കിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധമുള്ളവരെ സമീപിക്കുന്നത് വലിയ പ്രതീക്ഷയോടെയാണ്. ആ പ്രതീക്ഷ എവിടേക്കാണ് നമ്മെ നയിക്കുന്നത്? കത്തിജ്വലിക്കുന്ന നരകത്തിലേക്കാണ്. വിശുദ്ധ ഇസ്ലാം 7 മഹാപാപങ്ങൾ എണ്ണിയപ്പോൾ പലിശ എണ്ണിയിട്ടുണ്ട്. സഹോദരങ്ങളെ, ഒരു ചെറിയ രൂപത്തിൽ ഒരു പൈസ പോലും പലിശയായി കൊടുക്കുന്നതോ വാങ്ങുന്നതോ കൂട്ടുനിൽക്കുന്നതോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. വലിയ ഒരു ഫോണ്, ഒരു ഫ്രിഡ്ജ്, ഒരു വാഷിംഗ് മെഷീൻ, അല്ലെങ്കിൽ എയർ കണ്ടീഷനുള്ള ഒരു റൂം, ഇതൊക്കെ സ്വപ്നം കാണുന്നു. വലിയ വീടുകൾ സ്വപ്നം കാണുന്നു. എന്താണ് മനസ്സിൽ കണക്ക് കൂട്ടിയത്? ബാങ്കിൽ പോകാം, ലോൺ എടുക്കാം, തവണകളായി അടക്കാം, ഒരു തവണ തെറ്റിയാൽ അധികം കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ വിചാരിച്ച് അതിൻ്റെ പിന്നാലെ വെറി പിടിച്ച് ഭൗതികത്തിലെ പ്രതീക്ഷ മാത്രം തളം കെട്ടി നിൽക്കുന്ന ഇത്തരം വൻപാപങ്ങൾ, ആ വൻപാപങ്ങളെ പിന്നാലെ പോകുന്നത് നരകത്തിലേക്കുള്ള വഴി ഒരുക്കലാണ്. വ്യഭിചാരം ഒരല്പനേരത്തെ സുഖമാണ്. ഈ വിഷയത്തിൽ ഏർപ്പെടുന്ന ആണും പെണ്ണും ആഗ്രഹിക്കുന്നത് വലിയ പ്രതീക്ഷയോടെയാണ്. വ്യഭിചാരശാലകളിൽ, വ്യഭിചാര കേന്ദ്രങ്ങളിൽ ഓരോരുത്തർ ഓടിക്കയറുന്നത്. എവിടേക്കാ ഓടിക്കയറുന്നത്? കത്തിജ്വലിക്കുന്ന നരക കുണ്ടിലേക്കാണ്, നരക തീയിലേക്കാണ്. വിശുദ്ധ ഇസ്ലാം ഫാഹിഷത്ത്, മ്ലേച്ഛം സ്വഭാവം, വൃത്തികെട്ട സ്വഭാവം എന്ന് പഠിപ്പിച്ചതാണ്. ലാ തഖറബു സിനാ, വ്യഭിചാരത്തിലേക്ക് അടുത്തു പോകരുത് എന്ന് ഖുർആൻ
വളരെ ഗൗരവത്തിൽ ഉണർത്തിയതാണ്. ദുന്യാവിലെ പ്രതീക്ഷയെ വകവെക്കരുത്. ആ പ്രതീക്ഷയിൽ ആര് മാടി വിളിച്ചാലും അതിന് ഉത്തരം കൊടുക്കരുത്. ആ രീതിയല്ല വിശുദ്ധ ഇസ്ലാമിൻ്റെ രീതി. അങ്ങനെ കബളിപ്പിക്കുന്ന, പറ്റിക്കുന്ന, വഞ്ചിക്കുന്ന രീതിയല്ല, മറിച്ച് വളരെ മാന്യമായ, സൗമ്യമായ, വളരെ സ്നേഹത്തോടെയുള്ള ശൈലിയാണ് പ്രിയപ്പെട്ടവരെ തിന്മയെ തടയുന്നിടത്തും നന്മയെ പഠിപ്പിക്കുന്നിടത്തും വിശുദ്ധ ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത്. ആ ശൈലിയെ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ വിമലീകരിക്കാനും സംസ്കരിക്കാനും നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിൻ്റെ നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് പാലിച്ച് ജീവിതത്തെ ക്രമീകരിക്കാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ദീനിലൂടെ പഠിപ്പിച്ച, കൽപ്പിച്ച കാര്യങ്ങൾ, അതിലൂടെ നമുക്ക് നൽകുന്ന പ്രതീക്ഷയും അല്ലാഹു വിലക്കിയതും വിരോധിച്ചതുമായ കാര്യങ്ങളിൽ നമുക്ക് നൽകിയിട്ടുള്ള പേടിയും, ആ കാര്യത്തെ പഠിപ്പിക്കുന്നിടത്ത് വിശുദ്ധ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും കാണിച്ചിട്ടുള്ള, സ്വീകരിച്ചിട്ടുള്ള ഒരു ശൈലി, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സൂചിപ്പിച്ചത്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് തിരക്കുകൾ നമുക്കുണ്ടാകും. കുടുംബപരമായും ജോലി സംബന്ധമായും നാട്ടിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിനാലും മറ്റു പല കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതായ സന്ദർഭങ്ങൾ ജീവിതവുമായി വരുമ്പോൾ സമയമില്ലാത്ത വിധം, സമയം തികയാത്ത വിധം തിരക്കുകൾ, തടസ്സങ്ങൾ നമുക്കുണ്ടാകും എന്നത് യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. എത്ര വലിയ തിരക്കുകൾ നമുക്കുണ്ടെങ്കിലും സഹോദരങ്ങളെ, അള്ളാഹുവിനോടും അള്ളാഹുവിൻ്റെ ദൂതരോടും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിനോടും അതുപോലെ നമ്മുടെ കൂടെയുള്ള നേതാക്കളോടും നമ്മെ പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളോടും നിർബന്ധമായും നമുക്കുണ്ടായിരിക്കേണ്ട ഗുണകാംക്ഷ ഒരിക്കലും നമ്മൾ മറന്നു പോകാൻ പാടില്ല. പല ആളുകളും അത് വിസ്മരിച്ചുകൊണ്ട് മറന്നുകൊണ്ട് ജീവിക്കുന്ന അവസ്ഥയുണ്ട്. അള്ളാഹുവിനോട് നമുക്കുള്ള ഗുണകാംക്ഷ എന്താണ്? അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളായി ജീവിക്കാൻ സന്നദ്ധരാവുക, തയ്യാറാവുക എന്നതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളെ ശിരസാ വഹിച്ചുകൊണ്ട് ജീവിക്കുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഗുണകാംക്ഷ എന്താണ്? അവിടുത്തെ അധ്യാപനങ്ങൾ പഠിച്ചും പകർത്തിയും പ്രചരിപ്പിച്ചും ജീവിക്കുക എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്താണ്? അവിടുന്ന് പറഞ്ഞതും പ്രവർത്തിച്ചതും അംഗീകരിച്ചതുമായ കാര്യങ്ങളെ പഠിച്ചും മനസ്സിലാക്കിയും നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുക എന്നതാണ്. അതുപോലെ തന്നെ ഖുർആനിനോടുള്ള ഗുണകാംക്ഷ എന്താണ്? അത് പഠിക്കലും പഠിപ്പിക്കലുമാണ്. ഓരോ ആയത്തുകളെക്കുറിച്ച് ആലോചിക്കലാണ്, ചിന്തിക്കലാണ്. അത് വളരെ സുപ്രധാനമായിട്ടുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, ഈ വിഷയത്തെ നമ്മൾ നിസാരമായി കാണരുത്. അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ നമുക്ക് പരിചയമുള്ള, നമ്മോട് ഇണങ്ങി ജീവിക്കുന്ന അറിവുള്ള ഒരുപാട് ആളുകൾ, അറിവുള്ളവരെ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നതും അവരോട് ഉണർത്തേണ്ടതായ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതും വലിയൊരു ഗുണകാംക്ഷയാണ്. അതിനുള്ള വഴികൾ എന്താണ്? അവരെ ഉപയോഗപ്പെടുത്തി പഠിക്കലാണ്, സംശയങ്ങൾ ചോദിച്ച് തീർക്കലാണ്. നമ്മുടെ കുട്ടികളെ അവരുമായി ബന്ധപ്പെടുത്തി പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരങ്ങൾ ഒരുക്കലാണ്. അതുപോലെ ആമത്തായ സാധാരണക്കാരായ നമ്മളെപ്പോലെയുള്ള ആളുകൾ, എന്താണ് അവരോടുള്ള ഗുണകാംക്ഷ? നമുക്കറിയാത്ത കാര്യങ്ങൾ ചോദിച്ച് അന്വേഷിച്ച് പഠിക്കലാണ്. നമ്മുടെ ആയുസ്സിൽ സംഭവിച്ചതായ തെറ്റുകൾ, അബദ്ധങ്ങൾ, നമുക്കുള്ള അജ്ഞത, അതൊക്കെ നീക്കലാണ്. അതിൽ യാതൊരു മടിയും വൈമനസ്സവും ഉണ്ടാകാൻ പാടില്ല. ഈ 5 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഗുണകാംക്ഷ അതൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. സഹോദരങ്ങളെ, എല്ലാ ആഴ്ചയിലും തിങ്കളാഴ്ച മഗ്‌രിബിന് ശേഷം നമുക്ക് ഈ പള്ളിയിൽ ഖുർആൻ ഹദീസ് പഠിക്കാനുള്ള 1 മണിക്കൂർ സമയത്തെ സംരംഭമുണ്ട്. ഒരുപാട് രക്ഷിതാക്കൾ
യുവാക്കൾ, അതുപോലെ ഉമ്മമാർ, സഹോദരിമാർ അതൊക്കെ ഉപയോഗിച്ചു വരുന്നു. അള്ളാഹു അതിൻ്റെ ഗുണം അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്ക് സാധിക്കുന്ന പോലെ ആ ഒരു ക്ലാസ്സിലേക്ക് നമ്മൾ എത്തിച്ചേരണം. നമുക്ക് സാധിക്കുന്നവരെ നമ്മൾ അതിൽ പങ്കെടുപ്പിക്കണം. അതുപോലെ തന്നെ ഇവിടെ എല്ലാ വെള്ളിയാഴ്ചയിലും മഗ്‌രിബിൻ്റെ മുമ്പായി അസറിന് ശേഷം നമ്മുടെ കുട്ടികൾക്ക് CRE എന്ന് പറയുന്ന സംരംഭം ഉണ്ട്. ഏകദേശം 20ഓളം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ആ കുട്ടികൾക്ക് അവർ അടുത്ത തലമുറയാണ്. ആ തലമുറ ധാർമ്മിക ബോധമുള്ള, നന്മയെക്കുറിച്ച് തിരിച്ചറിവുള്ള, നല്ല നിലക്ക് ജീവിക്കണമെന്ന് ബോധ്യമുള്ള മക്കളായി വരണമെങ്കിൽ എത്ര തിരക്കുണ്ടെങ്കിലും അവർക്ക് കൊടുക്കേണ്ട മരുന്ന് കൊടുത്തുകൊണ്ട് നമ്മൾ അവരെ വളർത്തണം. അവരെ മരുന്ന് കുടിപ്പിക്കണം. അവർക്ക് മാന്യമായ നിലക്കുള്ള വിശ്രമം നമ്മൾ കൊടുക്കണം. അതെന്താണ്? അള്ളാഹുവിൻ്റെ ദീൻ ശരിക്കവരെ പഠിപ്പിക്കലാണ്. അതുകൊണ്ട് ഈ 2 കാര്യങ്ങളെയും പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ശ്രദ്ധിച്ച് ഉപയോഗപ്പെടുത്തണം എന്ന് ഈ സന്ദർഭത്തിൽ പ്രത്യേകം ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നന്മകളുമായി നമ്മുടെ ജീവിതത്തെ ബന്ധപ്പെടുത്താനുള്ള സൗഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്ന ചെറുതും വലുതുമായ തെറ്റുകൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് മരണം വരെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും മതപരമായും കുടുംബപരമായും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ സമൂഹത്തിലുണ്ട്. അവരുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ അള്ളാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, വിശ്വാസികൾ, മക്കൾ, പണ്ഡിതന്മാർ, പ്രബോധകർ, അവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ റബ്ബന ലാ തുസിഗ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.